ഹായ് എവ്രിവൺ, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9th ഇംഗ്ലീഷ് ചാപ്റ്റർ 2 ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഡെപ്റ്റ് അല്ല, ഡെറ്റ് ആണ്. ഡെറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഡെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കടം. ഓക്കെ, കടം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാലോ നന്ദി. ഓക്കെ, അപ്പോൾ എന്താ? ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുടെ കടം. സെൽമ ലാഗർലോഫ് ആണ് ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാം. A few days ago, I was sitting in the train bound for Stockholm. It was early evening. There was little light in my compartment and none at all outside. My fellow passengers were dozing, and I was very quiet, listening to the rattling of the train. A few days ago എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് I was sitting in the train. ഞാൻ ട്രെയിനിലിരിക്കുകയായിരുന്നു. Bound for Stockholm. Bound for എന്ന് വെച്ചാൽ on the way to Stockholm. സ്റ്റോക്ക്ഹോമിലോട്ട് പോകുന്ന ട്രെയിനിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ഏർലി ഈവനിങ്, ഒരു വൈകുന്നേരമായിരുന്നു. ദർ വാസ് ലിറ്റിൽ ലൈറ്റ് ഇൻ മൈ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് നൺ അറ്റ് ഓൾ ഔട്ട്സൈഡ്. എൻ്റെ കമ്പാർട്ട്മെൻറ്റിനകത്ത്, എൻ്റെ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിനകത്ത് കുറച്ച് വെളിച്ചുണ്ടായിരുന്നു, പുറത്താണെങ്കിൽ ഒട്ടും വെളിച്ചില്ലായിരുന്നു. മൈ ഫെലോ പാസഞ്ചേഴ്സ് വെ ഡോസിങ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരൊക്കെ ഡോസിങ് എന്ന് വെച്ചാൽ മയങ്ങിപ്പോവുകയായിരുന്നു, ഉറങ്ങിപ്പോവുകയായിരുന്നു. ആൻഡ് ഐ വാസ് വെരി ക്വയറ്റ്. ഞാൻ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. ലിസ്ണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. ഞാൻ റാറ്റ്ലിംഗ് എന്ന് വെച്ചാൽ ഒരു മെഷീനോ ഒരു വെഹിക്കിളോ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിനെയാണ് റാറ്റ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, റാറ്റ്ലിംഗ് മീൻസ് സൗണ്ട് മെയ്ഡ് ബൈ എ മൂവിങ് വെഹിക്കിൾ. വെഹിക്കിളിൽ നിന്ന് വരുന്ന ശബ്ദത്തിനെയാണ് നമ്മൾ റാറ്റ്ലിംഗ് എന്ന് പറയുന്നത്. ഡോസിങ് എന്ന് വെച്ചാൽ എന്താണ്? ഉറങ്ങിപ്പോവുക അല്ലെങ്കിൽ സ്ലീപ്പ്. ഓക്കെ, next para. And then I began to think of all the other times I had come up to Stockholm. It had usually been to do something difficult, such as to pass examinations, and now I was coming to receive the prize in literature. That too I thought would be difficult. അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മുമ്പ് സ്റ്റോക്ക്ഹോമിൽ വന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ തുടങ്ങി. ഇറ്റ് ഹാഡ് യൂഷ്വലി ബിൻ ടു ഡു സംതിങ് ഡിഫിക്കൾട്ട്. എപ്പോഴും ഞാൻ വന്നുകൊണ്ടിരുന്നത് എന്തെങ്കിലും കഠിനമായ കാര്യങ്ങൾ ചെയ്യാനായിരുന്നു. സച്ച് ആസ് ടു പാസ് എക്സാമിനേഷൻസ്, എക്സാം പാസ്സാവുക എന്നൊക്കെയുള്ള കാരണത്താലാണ് ഞാൻ സ്റ്റോക്ക്ഹോമിലോട്ട് മുമ്പൊക്കെ വന്നിട്ടുള്ളത്. ആൻഡ് നൗ ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഞാൻ സാഹിത്യത്തിൽ ഒരു പുരസ്കാരം, ഒരു പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. ദാറ്റ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൾട്ട്. ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നതും ഞാൻ ഒരു ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യം, ഒരു കഠിനമായ കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. ഓക്കെ, ഇതിലറിയാത്ത വേർഡ്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഡിഫിക്കൾട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, തേർഡ് പാര വായിക്കുകയാണ്. Deep within me, however, was a wondrous joy at receiving this prize. I had to dispel my anxiety by thinking of those who would rejoice at my good fortune. They were my good friends, my brothers and sisters, and first and foremost my old mother, who, sitting back home, was happy to have lived to see this day. But then I thought of my father and felt a deep sorrow that he was no longer alive. I could not go and tell him that I had been awarded the Nobel Prize. I knew that no one would have been happier than he to hear this. Yes, it was a deep sorrow to me that I could not tell him. അപ്പോൾ തേർഡ് പാരഗ്രാഫ് കുറച്ച് വലിയ പാരഗ്രാഫാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഡീപ്പ് വിത്തിൻ മീ, എൻ്റെ ഉള്ളിൽ. ഹവർ വാസ് എ വണ്ടറസ് ജോയ് അറ്റ് റിസീവിങ് ദിസ് പ്രൈസ്. ഒരു അത്ഭുതകരമായൊരു സന്തോഷം. നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നില്ലേ? നമുക്ക് പെട്ടെന്നൊരു വലിയ പ്രൈസൊക്കെ കിട്ടുമ്പോൾ ആ ഒരു പ്രൈസ് കിട്ടുന്നൊരു സന്തോഷം എൻ്റെ അകത്തുണ്ടായിരുന്നു. ഐ ട്രൈ ടു ഡിസ്പെൽ മൈ ആങ്സൈറ്റി. ഡിസ്പെൽ എന്ന് വെച്ചാൽ ടു മേക്ക് ഇറ്റ് ഗോ അവേ, അതിനെ പോയിപ്പിക്കാൻ ശ്രമിക്കുക. ടു മേക്ക് സംതിങ് ഗോ അവേ, മേക്ക് ഇറ്റ് ഗോ അവേ. ഇവിടെ എന്തിനെയാണ് പോയിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആങ്സൈറ്റി അല്ലേ? ആ ഒരു ആങ്സൈറ്റി എന്ന് മലയാളത്തിൽ പറയുമ്പം ഉത്കണ്ഠ, ആ ഒരു ഉത്കണ്ഠയാണ് പോയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തിങ്കിങ് ഓഫ് ദോസ് ഹൂ വുഡ് റിജോയ്സ് അറ്റ് മൈ ഗുഡ് ഫോർച്യൂൺ. അപ്പോൾ ഞാൻ എന്താലോചിച്ചിട്ടാണ് ഞാൻ ഈ ആങ്സൈറ്റി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? എൻ്റെ ഈ ഒരു നല്ല ഫോർച്യൂൺ എന്ന് വെച്ചാൽ എൻ്റെ ഡെസ്റ്റിനി അല്ലെങ്കിൽ ഫേറ്റ്, എൻ്റെ തലവരയിലെ ഈ ഒരു നല്ല തലവരയെ ആലോചിച്ച് സന്തോഷിക്കുന്ന, റിജോയ്സ് എന്ന് വെച്ചാൽ ഹാപ്പി ആവുന്ന ആൾക്കാരെ ആലോചിച്ചിട്ട് ഞാൻ ഈ ആങ്സൈറ്റി ഒക്കെ കൊണ്ട് കളയാൻ ശ്രമിച്ചു. There were my good friends, my brothers and sisters, and first and foremost my old mother, who sitting back at home was happy to have lived to see this day.
ആരൊക്കെയായിരുന്നു എൻ്റെ ഈ നല്ല തലവരയിൽ സന്തോഷിക്കുന്നവർ? എൻ്റെ ഗുഡ് ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എൻ്റെ അനിയന്മാരും അനിയത്തിമാരും ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ആരാണ്? എൻ്റെ വയസ്സായ അമ്മ വീട്ടിലിരിക്കുകയാണ്. വാസ് ഹാപ്പി ടു ഹാവ് ലിവ്ഡ് ടു സീ ദിസ് ഡേ. ഈ ഒരു ദിവസം കാണാൻ, ജീവനോടെ ഇരിക്കാൻ പറ്റിയല്ലോ എന്ന സന്തോഷത്തിലിരിക്കുന്ന എൻ്റെ അമ്മയുണ്ട് എൻ്റെ വീട്ടിൽ, വയസ്സായൊരമ്മ. ബട്ട് ദെൻ ഐ തോട്ട് ഓഫ് മൈ ഫാദർ. പിന്നെ ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് ചിന്തിച്ചു. ആൻഡ് ഫെൽറ്റ് എ ഡീപ്പ് സോറ്. പിന്നെ എൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം അനുഭവപ്പെടാൻ തുടങ്ങി. ദാറ്റ് ഹീ വാസ് നോ ലോങ്കർ അലൈവ്. കാരണം അച്ഛൻ ഇപ്പോൾ ജീവനോടെ ഇല്ലായിരുന്നു. ഐ കുഡ് നോട്ട് ഗോ ആൻഡ് ടെൽ ഹിം ദറ്റ് ഐ ഹാഡ് ബീൻ അവാർഡഡ് ദ നോബൽ പ്രൈസ്. എനിക്ക് അച്ഛനോട് പോയി പറയാൻ പറ്റുന്നില്ല എനിക്ക് നോബൽ പ്രൈസ് കിട്ടിയെന്ന്, ഇത്ര വലിയൊരു അവാർഡ് കിട്ടിയെന്ന് എനിക്ക് അച്ഛനോട് പോയി പറയാൻ സാധിക്കുന്നില്ല. I knew that no one would have been happier than he to hear this. എൻ്റെ അച്ഛൻ്റെ അത്രയും സന്തോഷം ഇത് കേട്ടിട്ട് മറ്റൊരാൾക്കും ഉണ്ടാവില്ല എന്ന് എനിക്കറിയായിരുന്നു. യെസ്, ഇറ്റ് വാസ് എ ഡീപ്പ് സോറോ ടു മീ ദാറ്റ് ഐ കുഡ് നോട്ട് ടെൽ ഹിം. ഇതെൻ്റെ മനസ്സിന് വല്ലാതെ വിഷമുണ്ടാക്കിയൊരു കാര്യമാണ്. എന്ത്? എനിക്ക് എൻ്റെ അച്ഛനോട് ഈ ഒരു പ്രൈസ് കിട്ടിയ കാര്യം പറയാൻ പറ്റാത്തത്. ഓക്കെ, 4th പാരഗ്രാഫ് വായിക്കുകയാണ്. All rustle and bustle ceased, and the sound of the wheels became a soothing, peaceful melody. The coaches no longer seemed to run on rails and sleepers, but to glide into space. അപ്പോൾ എല്ലാ റസൽ ആൻഡ് ബസിൽ എന്ന് വെച്ചാൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ, സീസ്ഡ് എന്ന് വെച്ചാൽ സ്റ്റോപ്ഡ്. ഓക്കെ, സീസ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ്. അപ്പോൾ ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ നിന്നു. ആൻഡ് ദ സൗണ്ട് ഓഫ് ദ വീൽസ് ബിക്കേം എ സൂതിങ്, പീസ്ഫുൾ മെലഡി. ഈ വീൽസ്, ഈ ട്രെയിൻ പാളത്തിലൂടെ ഓടുമ്പോൾ വീൽസ് ഇങ്ങനെ ഒരു കട്ട ശബ്ദം വരുന്നത് അല്ലേ, ആ ശബ്ദം എന്തായി മാറാൻ തുടങ്ങി? ഭയങ്കര കാമായിട്ടുള്ള, ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു സ്വീറ്റ് സോങ് പോലെ. മെലഡി എന്ന് വെച്ചാൽ എന്താ? സ്വീറ്റ് ആയിട്ടുള്ള ഒരു സോങ് പോലെയായി മാറി. The coaches no longer seem to run on rails and sleepers, but to glide into space. ഇതിങ്ങനെ റെയിൽ പാളത്തിലൂടെ ഓടുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ട്രെയിനിൻ്റെ ഓരോ കോച്ചുകളും. എനിക്ക് എന്തായിട്ടാണ് തോന്നുന്നത്? അത് ഗ്ലൈഡ് ചെയ്യാന്ന് വെച്ചാൽ സ്മൂത്തായിട്ട് പോകുന്ന പോലെയാണ് തോന്നുന്നത്. ഗ്ലൈഡ് എന്ന് വെച്ചാൽ സ്മൂത്തായിട്ട് സ്പേസിലൂടെ, ശൂന്യാകാശത്തിലൂടെ അല്ലെങ്കിൽ ബഹിരാകാശത്തിലൂടെ സ്മൂത്തായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ഭയങ്കര ശാന്തമായിട്ടുള്ള മെലഡി പോലെ തോന്നി തുടങ്ങി. 5th para. I sat there and thought how much I should like to see my old father again. So light and soundless was the movement of the train that I could hardly imagine I was on this earth. And so I began to daydream. Just think, if I were going to meet father in paradise. I seem to have heard of such things happening to other people. Why then not to myself? The train went gliding on, but it had a long way to go yet, and my thoughts raced ahead of it. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ആലോചിക്കാൻ തുടങ്ങി, എനിക്ക് എത്ര ആഗ്രഹമുണ്ട് എൻ്റെ വയസ്സായ അച്ഛനെ കാണാൻ. സോ ലൈറ്റ് ആൻഡ് സൗണ്ട്ലെസ് വാസ് ദ മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻ. അപ്പോൾ ഈ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ്, ഈ ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത് വളരെ ലൈറ്റായിട്ടും ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെയായിരുന്നു ഈ ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. ദാറ്റ് ഐ കുഡ് ഹാർഡ്ലി ഇമാജിൻ ഐ വാസ് ഓൺ ദിസ് എർത്ത്. ഞാൻ ഈ ലോകത്ത് തന്നെ ഇല്ല എന്ന് തോന്നിപ്പോയി. ആ ട്രെയിൻ അത്രയും സ്മൂത്ത് ആൻഡ് ഒച്ചപ്പാടില്ലാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് സോ ഐ ബിഗാൻ ടു ഡ്രീം. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇരുന്ന് സ്വപ്നം കാണാൻ തുടങ്ങി. ജസ്റ്റ് തിങ്ക്, ഇഫ് ഐ വർ ഗോയിങ് ടു മീറ്റ് ഫാദർ ഇൻ പാരഡൈസ്. എന്ത് സ്വപ്നമാണ് കാണുന്നത്? ഞാൻ അച്ഛനെ സ്വർഗത്തിൽ, പാരഡൈസ് എന്ന് വെച്ചാൽ സ്വർഗം അല്ലെങ്കിൽ ഹെവനിൽ അച്ഛനെ കാണാൻ പോകുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. ഐ സീം ടു ഹാവ് ഹേർഡ് ഓഫ് സച്ച് തിങ്സ് ഹാപ്പനിങ് ടു അതർ പീപ്പിൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതായിട്ട് എനിക്ക് കേട്ട് പരിചയമുണ്ട്. വൈ ദെൻ നോട്ട് ടു മൈസെൽഫ്? പിന്നെന്താ എനിക്ക് സംഭവിച്ചുകൂടെ എന്നായി ചോദ്യം. The train went gliding on, but it had a long way to go yet. ട്രെയിൻ ഇങ്ങനെ ഗ്ലൈഡിങ് ഓൺ എന്ന് വെച്ചാൽ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിന് വളരെ ദൂരം പോകാനുണ്ടായിരുന്നു. ആൻഡ് മൈ തോട്ട്സ് റേസ്ഡ് അഹെഡ് ഓഫ് ഇറ്റ്. അപ്പോൾ ട്രെയിൻ പോകുന്ന സ്പീഡിനേക്കാൾ വേഗത്തിൽ എൻ്റെ മനസ്സിലെ ചിന്തകൾ പോകാൻ തുടങ്ങി. ഓക്കെ, 6th paragraph വായിക്കാം. Father will certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. He will be reading, of course, but when he sees me, he will put down his book, push his spectacles high up on his forehead, and get up and walk toward me. He will say, "Good day, my daughter. I am very glad to see you." Or, "Why you are here, and how are you, my child?" Just as he always used to do. അപ്പോൾ എന്താണ് 6th paragraph ഈ പറയുന്നത്? ഫാദർ വിൽ സർട്ടൻലി ബി സിറ്റിംഗ് ഓൺ എ റോക്കിംഗ് ചെയർ ഓൺ എ വരാന്ത. റോക്കിംഗ് ചെയർ എന്ന് വെച്ചാൽ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ഇരിക്കുന്ന ഇങ്ങനെ ആടുന്ന കസേരയില്ലേ, അതിനെയാണ് ഈ റോക്കിംഗ് ചെയർ എന്ന് പറയുക. അപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ ഒരു
ആടുന്ന കസേരയിൽ ഇരിക്കുന്നുണ്ടാവും, ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. എവിടെ ഇരിക്കുന്നുണ്ടാവുക? ഈ റോക്കിംഗ് ചെയർ എവിടെയാണ് ഉള്ളത്? ഒരു വരാന്തയിലാണുള്ളത്. അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാവും, നിറച്ചും സൺഷൈൻ, സൂര്യപ്രകാശം നിറഞ്ഞു നിൽക്കുന്നൊരു പൂന്തോട്ടം ഉണ്ടാവും. അതിൽ പൂക്കളുണ്ടാവും, പിന്നെ പക്ഷികളും അച്ഛൻ്റെ മുമ്പിലുണ്ടാവും. ഹി വിൽ ബി റീഡിങ് ഓഫ് കോഴ്സ്, അച്ഛൻ എന്തായാലും വായിക്കുമായിരിക്കും. ബട്ട് വെൻ ഹി സീസ് മീ ഹി വിൽ പുട്ട് ഡൗൺ ഹിസ് ബുക്ക്, പക്ഷേ എന്നെ കണ്ടോടലെ ആ പുസ്തകം താഴെ വയ്ക്കും. പുഷ് ഹിസ് സ്പെക്ടക്കിൾസ് ഹൈ അപ്പോൺ ഹിസ് ഫോർഹെഡ്, കണ്ണിലുള്ള കണ്ണട നമ്മൾ നെറ്റിയിലോട്ട് കണ്ണട കയറ്റി വെക്കില്ലേ, അതുപോലെ കയറ്റി വെച്ച് ആൻഡ് ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് ടുവേർഡ് മീ, എന്നിട്ട് എഴുന്നേറ്റ് എൻ്റെ നേരെ നടക്കും. ഹി വിൽ സേ ഗുഡ് ഡേ മൈ ഡോട്ടർ, നമ്മൾ വിഷ് ചെയ്യില്ലേ, നമ്മൾ ഒരാളെ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്ന പോലെ ഗുഡ് ഡേ മൈ ഡോട്ടർ, ഐ എം വെരി ഗ്ലാഡ് ടു സീ യു. ഗ്ലാഡ് എന്ന് വെച്ചാൽ ഹാപ്പി, ഗ്ലാഡ് എന്ന് വെച്ചാൽ എന്താ? ഹാപ്പി. ഐ എം വെരി ഹാപ്പി ടു സീ യു, ഞാൻ നിന്നെ കണ്ടതിൽ വളരെ സന്തോഷവാനാണ്. ഓർ വൈ യു ആർ ഹിയർ, നീ എന്താ ഇവിടെ? ആൻഡ് ഹൗ ആർ യു, നിനക്ക് സുഖം തന്നെയാണോ? മൈ ചൈൽഡ്, എൻ്റെ കുട്ടി എന്ന് ചോദിക്കും. ജസ്റ്റ് ആസ് ഹി ഓൾവേസ് യൂസ് ടു ഡു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ റൈറ്റർ ആലോചിച്ചെടുക്കുകയാണല്ലേ, ഈ ഓഥർ ഇതൊക്കെ ആലോചിക്കുകയാണ്. കാരണം ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ മുമ്പ് ജീവനോടെ ഉണ്ടായപ്പോൾ പെരുമാറിയിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോഴും എന്നാണ് നമ്മുടെ ഓഥർ വിചാരിക്കുന്നത്. 7th പാരഗ്രാഫ് വായിക്കാം. He will settle again in his rocking chair and only then begin to wonder why I have come to see him. You are sure there is nothing amiss? He will ask suddenly. No, father, all is well, I will reply. But then, just as I am about to break my news to him, I will decide to keep it back just a while longer and try the indirect approach. I have come to ask you for advice, father, I will say, for I am very heavily in debt. അപ്പോൾ ഹീ വിൽ സെറ്റിൽ അഗൈൻ ഇൻ ഹിസ് റോക്കിംഗ് ചെയർ, അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും പോയിട്ട് റോക്കിംഗ് ചെയറിലിരിക്കും. ആൻഡ് ഓൺലി ദെൻ ബിഗിൻ ടു വണ്ടർ വൈ ഐ ഹാവ് കം ടു സീ ഹിം. അങ്ങനെ തിരിച്ചു പോയിരുന്നതിന് ശേഷമാണ് അച്ഛൻ ആലോചിക്കുക, ഇങ്ങനെ ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കുക, എന്തിനാണ് ഇവളെന്നെ കാണാൻ വന്നത്? യു ആർ ഷുവർ ദെർ ഇസ് നത്തിങ് അമിസ്, അമിസ് എന്ന് വെച്ചാൽ റോങ്. ആർ യു ഷുവർ ദെർ ഇസ് നത്തിങ് റോങ്, പ്രശ്നമൊന്നും ഇല്ലയെന്ന് നിനക്ക് ഉറപ്പാണോ? നീ വെറുതെ വന്നതാണോ? ഹി വിൽ ആസ്ക് സഡൻലി, പെട്ടെന്ന് അങ്ങനെയാണ് ചോദിക്കുക. നോ ഫാദർ, ഓൾ ഇസ് വെൽ, ഇല്ല അച്ഛാ എല്ലാം ഓക്കെയാണെന്ന് പറയും. ഐ വിൽ റിപ്ലൈ. ബട്ട് ദെൻ ജസ്റ്റ് ആസ് ഐ എം അബൌട്ട് ടു ബ്രേക്ക് മൈ ന്യൂസ് ടു ഹിം ഐ വിൽ ഡിസൈഡ് ടു കീപ്പ് ഇറ്റ് ബാക്ക് ജസ്റ്റ് എ വൈൽ ലോങ്ങർ ആൻഡ് ട്രൈ ദി ഇൻഡയറക്റ്റ് അപ്രോച്ച്. അപ്പോൾ ഞാൻ പറയാൻ പോകുമ്പോൾ ഞാൻ വിചാരിക്കും, അല്ലേ വേണ്ട ഇപ്പം പറയണ്ട, നമുക്കിങ്ങനെ ഒരു വളഞ്ഞ വഴിയിലൂടെ, ഇൻഡയറക്റ്റ് അപ്രോച്ച് എന്ന് വെച്ചാൽ വളഞ്ഞൊരു രീതിയിൽ പറഞ്ഞു നോക്കാം. ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ് ഫാദർ. എന്നിട്ട് അച്ഛനോട് എന്താ പറയുക? ഞാൻ അച്ഛനോട് ഒരു ഉപദേശം തേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഐ വിൽ സേ ഫോർ ഐ എം വെരി ഹെവിലി ഇൻ ഡെറ്റ്, ഞാൻ വലിയൊരു കടത്തിലാണ് അച്ഛാ എന്നാണ് പറയുക. 8th പാര എന്താണ്? ഐ എം അഫ്രേഡ് യു വിൽ നോട്ട് ഗെറ്റ് മച്ച് ഹെൽപ്പ് ഫ്രം മീ ഇൻ ദിസ് മാറ്റർ, ഫാദർ വിൽ റിപ്ലൈ. വൺ മേ വെൽ സീ ഓഫ് ദിസ് പ്ലേസ് ദാറ്റ് ഇറ്റ് ഹാസ് എവറിഥിങ് എക്സെപ്റ്റ് മണി. അപ്പോൾ അച്ഛൻ എന്താണ് പറയുന്നത്? ഐ എം അഫ്രേഡ് എന്ന് പറയുന്നത് എനിക്ക് പേടിയാണെന്നാണോ? അല്ല, ഐ എം സോറി എന്നർത്ഥമാണ് ഇവിടെ വരുന്നത്. ഐ എം അഫ്രേഡ് നമ്മൾ ഐ എം സോറി, ഓക്കെ. യു വിൽ നോട്ട് ഗെറ്റ് മച്ച് ഹെൽപ്പ് ഫ്രം മീ ദിസ് മാറ്റർ, ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നിനക്ക് എൻ്റെ അടുക്കുന്ന അത്ര വലിയ സഹായം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് അച്ഛൻ റിപ്ലൈ കൊടുക്കുക. വൺ മേ വെൽ സേ ഓഫ് ദിസ് പ്ലേസ്, ഈ ദിസ് പ്ലേസ് എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ഹെവൻ അല്ലെങ്കിൽ പാരഡൈസ്. ആൾക്കാർ എന്താണ് പറയുന്നത്? ഈ സ്വർഗത്തിൽ എല്ലാം ഉണ്ട്, എന്തൊഴിച്ച്, പൈസ ഒഴിച്ച് ഇവിടെ എല്ലാം ഉണ്ടെന്നാണ് ആൾക്കാർ പറയുക. 9th പാരഗ്രാഫ് വായിക്കുകയാണേ. But it is not money that I owe. Do you remember how you used to play the piano and sing bellman songs to us children, and how you would let us read Tegner and Runeberg and Andersen? It was then I first fell into debt, father. How shall I ever repay them for teaching me to love fairy tales and sagas of heroes? അപ്പോൾ എന്താണ് നമ്മുടെ ഓഥർ പറയുക? ബട്ട് ഇറ്റ് ഈസ് നോട്ട് മണി ദാറ്റ് ഐ ഓ, പക്ഷേ എനിക്ക് കടം വീട്ടാനുള്ളത് പൈസയല്ല. ഡു യു റിമെമ്പർ ഹൗ യു യൂസ് ടു പ്ലേ ദ പിയാനോ? അച്ഛൻ ഓർമ്മയുണ്ടോ അച്ഛൻ എങ്ങനെയാണ് പിയാനോ വായിച്ചുകൊണ്ടിരുന്നത്? ആൻഡ് സിംഗ് ബെൽമെൻ സോങ്, ബെൽമെൻ്റെ പാട്ടുകൾ എങ്ങനെയാണ് അച്ഛൻ പിയാനോയിൽ വായിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ? ആൻഡ് ഹൗ യു വുഡ് ലെറ്റ് us റീഡ് ടെഗ്നർ, റൂൺബർഗ് ആൻഡ് ആൻഡേഴ്സൺ. ടെഗ്നറിൻ്റെയും റൂൺബർഗിൻ്റെയും ആൻഡേഴ്സൺസിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ അച്ഛൻ നമ്മളെ വായിക്കാൻ വിടുമായിരുന്നല്ലോ. ഇറ്റ് വാസ് ദെൻ, ആ ഒരു സമയത്ത് ഐ ഫസ്റ്റ് ഫെൽ ഇൻ ടു ഡെറ്റ്, ആ ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കടത്തിൽ വീണു പോകുന്നത്. ഫാദർ, ഹൗ ഷാൽ ഐ എവർ റീപേ ദം ഫോർ ടീച്ചിങ് മീ ടു ലവ് ഫെയറി ടെയിൽസ് ആൻഡ് സാഗാസ് ഓഫ് ഹീറോസ്. അപ്പോൾ എന്താണ് ചോദിക്കുന്നത്? അച്ഛാ, ഞാൻ എങ്ങനെയാണ് ഈ കടം വീട്ടുന്നത്? റീപേ എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ഈ കടം വീട്ടുന്നത്?
എന്ത് കടമാണ് വീട്ടേണ്ടത്? ഈ ആൾക്കാരോടൊക്കെയുള്ള കടമാണ് എനിക്ക് വീട്ടേണ്ടത്. കാരണം ഇവരാണ് എന്നെ ഫെയറി ടെയിൽസിനെ സ്നേഹിക്കാനും, സാഗാസ് എന്ന് വെച്ചാൽ കഥകൾ അല്ലെങ്കിൽ സ്റ്റോറീസ് ഓഫ് ഹീറോസ്, വലിയ വലിയ ഹീറോസിൻ്റെ സ്റ്റോറീസൊക്കെ സ്നേഹിക്കാനും ഫെയറി ടെയിൽസ് സ്നേഹിക്കാനൊക്കെ എന്നെ പഠിപ്പിച്ചത് ഇവരൊക്കെയാണ്. ഇവരോടൊക്കെയുള്ള കടം ഞാൻ എങ്ങനെ വീട്ടും? അങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, 10th പാരഗ്രാഫ് എന്താണ്? വലിയൊരു പാരഗ്രാഫാണ്, നമുക്ക് വായിക്കാം. Father will straighten up in his rocking chair and a look of wonder will come into his eyes. I am glad that I got you into this debt, he will say. അച്ഛൻ എന്താ നേരെ സ്ട്രെയിറ്റൻ അപ്പ് എന്ന് വെച്ചാൽ പൊസിഷനൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് റോക്കിംഗ് ചെയറിൽ അങ്ങ് ഇരിക്കും. എന്നിട്ട് എ ലുക്ക് ഓഫ് വണ്ടർ വിൽ കം ഇൻ ടു ഹിസ് ഐസ്. അച്ഛൻ്റെ കണ്ണുകളിൽ ഒരു അത്ഭുതം, ഒരു ആശ്ചര്യം വരും. ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് യു ഇൻ ടു ദിസ് ഡെറ്റ്, ഹി വിൽ സേ. അപ്പോൾ എന്താണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് വിചാരിച്ചു അച്ഛൻ പറയും, എനിക്ക് സന്തോഷമേ ഉള്ളൂ, നീ ഈ ഒരു കടത്തി പെട്ടതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന്. ഗ്ലാഡ് ഞാൻ പറഞ്ഞു, ഹാപ്പി എന്നാണ് മീനിങ് വരിക. യെസ്, യു മേ ബി റൈറ്റ് ഫാദർ, ബട്ട് ദെൻ ഐ റിമെമ്പർ that is not all of it. Think of those poor homeless vagabonds who used to travel up and down playing the fool and singing all those songs. What do I not owe to them? To their mischief and mad pranks. And the old men and women sitting in their small grey cottages telling me wonderful stories of water sprites and trolls and enchanted maidens. It was they who taught me that there is poetry in hard rocks and black forest. And I am in debt not only to people, there is a whole of nature as well. The animals that walk the earth, the birds in the skies, the trees and flowers, they have all told me some of their secrets. അപ്പോൾ എന്താണോ അതേ പറയുക? യെസ്, യു മേ ബി റൈറ്റ് ഫാദർ, അച്ഛൻ പറയുന്നത് ശരിയായിരിക്കാം. ബട്ട് ദെൻ ഐ റിമെമ്പർ ദാറ്റ് ഇസ് നോട്ട് ഓൾ ഓഫ് ഇറ്റ്. പക്ഷേ അത് മാത്രമല്ല, അവരോട് മാത്രമല്ല എനിക്ക് കടമുള്ളത്. തിങ്ക് ഓഫ് ദോസ് പുവർ ഹോംലെസ് വാഗബോൺസ്. ആ പാവപ്പെട്ട വീടൊന്നും ഇല്ലാത്ത വാഗബോൺസ് എന്ന് വെച്ചാൽ നാടോടികൾ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് ജീവിക്കുന്നവരെ. പ്ലേയിങ് ദ ഫൂൾ ആൻഡ് സിംഗിങ് ഓൾ ദോസ് സോങ്സ്. അവരെ മണ്ടന്മാരായി അഭിനയിക്കുകയാണ് ഈ പാട്ടുകളൊക്കെ പാടിയിട്ട്. ഓതർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വാഗബോൺസിന് ഈ പാട്ടൊക്കെ പാടിയിട്ട് അവരൊന്നുമില്ല, മണ്ടന്മാരായിട്ട് അഭിനയിക്കുക മാത്രമാണ്. പക്ഷേ അവർക്ക് നല്ല അറിവുണ്ട്. വാട്ട് ഡു ഐ നോട്ട് ഓ ടു ദെം, ടു ദെയർ മിസ്chief ആൻഡ് ദെയർ മാഡ് പ്രാങ്ക്സ്. അപ്പോൾ ഈ വാഗബോൺസ് ഇങ്ങനെ ഓരോരോ കുസൃതികൾ കളിക്കും. മിസ്chief എന്ന് വെച്ചാൽ കുസൃതികൾ, മാഡ് പ്രാങ്ക്സ് അവരുടെ ഭ്രാന്തമായ ഓരോരോ കള്ളത്തരങ്ങൾ. പ്രാങ്ക് എന്ന് വെച്ചാൽ പ്രാങ്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ, യൂട്യൂബിലൊക്കെ കുറേ പ്രാങ്ക് വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ പ്രാങ്ക്സ് അവരുടെ ഓരോരോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും. ആൻഡ് ദി ഓൾഡ് മെൻ ആൻഡ് വിമൻ സിറ്റിംഗ് ഇൻ ദ സ്മോൾ ഗ്രേ കോട്ടേജസ് ടെല്ലിങ് മീ വണ്ടർഫുൾ സ്റ്റോറീസ് ഓഫ് വാട്ടർ സ്പ്രൈറ്റ്സ് ആൻഡ് ട്രോൾസ് ആൻഡ് എൻചാൻറ്റഡ് മെയ്ഡൻസ്. പിന്നെ വയസ്സായ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ കുഞ്ഞ് ഗ്രേ കോട്ടേജ് എന്ന് വെച്ചാൽ കുഞ്ഞ് ഗ്രേ കളർ വീട്ടിലിരുന്നിട്ട് എന്നോട് നല്ല നല്ല കഥകൾ പറയാണ്. എന്തിൻ്റെ കഥയാണ്? വാട്ടർ സ്പ്രൈറ്റ് എന്ന് വെച്ചാൽ ഈ സ്പിരിറ്റ്സ് ഇല്ലേ, നമ്മൾ പറയില്ലേ ആത്മാവ്, വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന ആത്മാവിൻ്റെ കഥകളും. പിന്നെന്താ പറയുക, ട്രോൾസ് എന്ന് വെച്ചാൽ ഈ സ്കാൻഡിനേവിയൻ നാടോടി കഥകളിൽ വലിയ സൈസും നല്ല ശക്തിയും ഒരുമാതിരി വൃത്തികെട്ടൊരു അപ്പിയറൻസും പേടിപ്പെടുത്തുന്ന ഒരു രൂപമൊക്കെയുള്ള ഒരു ക്രീച്ചറാണ് ട്രോൾ എന്ന് പറയുന്നത്. അവർ പൊതുവെ കാട്ടിലും ഗുഹകളിലും മലകളുടെ മുകളിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അവരുടെ കഥകളും. പിന്നെ എൻചാൻറ്റഡ് മെയ്ഡൻസ്. എൻചാൻറ്റഡ് മെയ്ഡൻസ് എന്ന് വെച്ചാൽ, മെയ്ഡൻ എന്ന് വെച്ചാൽ യങ് വിമൻ, ചെറുപ്പക്കാരായ സ്ത്രീകൾ. അപ്പോൾ ഈ പഴയ കഥകളിലൊക്കെ ഈ എൻചാൻറ്റഡ് മെയ്ഡൻസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും മാജിക്കൽ പവർ അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എബിലിറ്റീസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ള. അപ്പോൾ ആരുടെയൊക്കെയാണ് കഥ പറഞ്ഞിട്ടുള്ളത്? വാട്ടർ സ്പ്രൈറ്റ്സിൻ്റെയും ട്രോൾസിൻ്റെയും എൻചാൻറ്റഡ് മെയ്ഡൻസിൻ്റെയും ഒക്കെ കഥ പറഞ്ഞിരുന്ന ഈ വയസ്സായ മുത്തശ്ശന്മാരും മുത്തശ്ശികളും. പിന്നെ ഇറ്റ് വാസ് ദേ ഹൂ ടോട്ട് മീ ദാറ്റ് ദെയർ ഇസ് പോയിട്രി ഇൻ ഹാർഡ് റോക്സ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പോൾ ഈ ആൾക്കാരാണ് എന്നെ വലിയ കട്ടിയുള്ള പാറകളിലും കറുത്ത ഇരുണ്ട കാടുകളിലും പോയിട്രി ഉണ്ട് എന്ന് പഠിപ്പിച്ചത്. പോയിട്രി എന്ന് വെച്ചാൽ കവിത ഉണ്ടെന്ന് പഠിപ്പിക്കുന്നത്. ആൻഡ് ഐ എം ഇൻ ഡെറ്റ് നോട്ട് ഓൺലി ടു പീപ്പിൾ. ഞാൻ എൻ്റെ കടം ആൾക്കാരോട് മാത്രമല്ല, ദർ ഇസ് എ ഹോൾ ഓഫ് നേച്ചർ ആസ് വെൽ. പ്രകൃതിയോട് കൂടിയാണ് എനിക്ക് കടമുള്ളത്. കാരണം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാവില്ല, ഇങ്ങനെ ആലോചിക്കാം. കഥ എഴുതുന്നവരും കവികളും സാഹിത്യകാരൊക്കെ ഏതിലും എന്തെങ്കിലുമൊക്കെ കഥകളും കവിതകളും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും അല്ലേ. സാധാരണ ഒരു മനുഷ്യനൊന്നിനെ നോക്കി കാണുന്ന പോലെയല്ല അവർ കാണുന്നത്. അത് അവർ ഭയങ്കര കാവ്യാത്മകമായ രീതിയിലാണ് കാണുന്നതും എഴുതുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓത്തർ പറയുന്നത്, എനിക്ക് ഈ ആൾക്കാരിലൂടെയും നേച്ചറിലൂടെയൊക്കെയാണ് എൻ്റെ ഉള്ളിലെ ഒരു റൈറ്റർ പുറത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കടമുള്ളത് അവരോട്. ദി ആനിമൽസ് ദാറ്റ് വാക്ക് ദി എർത്ത്, ദ ബേർഡ്സ് ഇൻ ദ സ്കൈസ്, ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, ദേ ഹാവ് ഓൾ ടോൾഡ് മീ സം ഓഫ് ദെയർ സീക്രറ്റ്സ്. ആൾക്കാർ മാത്രമല്ല, പ്രകൃതി മാത്രമല്ല, ഈ ഭൂമിയിൽ നടക്കുന്ന മൃഗങ്ങളും ആകാശത്ത് പറക്കുന്ന പക്ഷികളും
മരത്തിലുള്ള പൂക്കളും ഒക്കെ അവരുടെ ഓരോരോ രഹസ്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. 11th പാരഗ്രാഫ് നോക്കുക. Father will be as carefree and relaxed as he used to be. Never fear, child. There is a remedy for your trouble. അപ്പോൾ അച്ഛൻ എപ്പോഴത്തെയും പോലെ തീരെ കെയർ ഫ്രീ ആയിട്ടും റിലാക്സ് ആയിട്ടും അതൊന്നും അത്ര ശ്രദ്ധിക്കാണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. നെവർ ഫിയർ ചൈൽഡ്, നീ ഒരിക്കലും പേടിക്കേണ്ട കുട്ടി. ദർ ഇസ് റെമഡി ഫോർ യുവർ ട്രബിൾ. നിൻ്റെ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. നിൻ്റെ ട്രബിൾ എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ, റെമഡി എന്ന് വെച്ചാൽ പരിഹാരം. ഓക്കെ, നിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട്. റെമഡി എന്ന് വെച്ചാൽ എന്താണ്? സൊല്യൂഷൻ എന്ന് പറയാം നമുക്ക്, പരിഹാരം. ഓക്കെ, ട്രബിൾ എന്ന് വെച്ചാൽ എന്താ? പ്രോബ്ലംസ്, അല്ലെങ്കിൽ നിൻ്റെ പ്രശ്നങ്ങൾ. I don't think, Father, that you really understand how hard it is for me. I am also in debt to my readers. What would have become of me if no one had wanted to read my books? And don't forget all those who have written of me. Think of all those in foreign lands who have worked for me. I owe them gratitude, Father, both of their praise and for their censure. അപ്പം എന്താ പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല അച്ഛന് ഞാൻ പറയുന്നത് എൻ്റെ പ്രശ്നം, എൻ്റെ കഷ്ടപ്പാട് മനസ്സിലാവുന്നുണ്ടെന്ന്. എനിക്ക് ഇവരോട് മാത്രമല്ല കടം, എനിക്ക് എൻ്റെ വായനക്കാരോടും കൂടെ കടമുണ്ട്. ഇപ്പോൾ ആർക്കും എൻ്റെ പുസ്തകം വായിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ, ആർക്കും എൻ്റെ പുസ്തകം വായിക്കേണ്ടിയിരുന്നെങ്കിൽ ഞാൻ എന്താവുമായിരുന്നു? ഞാൻ എന്തായിത്തീരുമായിരുന്നു? ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ഓൾ ദോസ് ഹു ഹാവ് റിട്ടൺ ഓഫ് മീ. പിന്നെ എന്നെക്കുറിച്ച് എഴുതിയ ആൾക്കാരെക്കുറിച്ചും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്നെക്കുറിച്ച് എഴുതിയ ആൾക്കാരോടും എനിക്ക് കടമുണ്ട്. തിങ്ക് ഓഫ് ഓൾ ദോസ് ഇൻ ഫോറിൻ ലാൻഡ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ മീ. മറ്റ് രാജ്യങ്ങളിലിരുന്ന്, പുറം രാജ്യങ്ങളിലിരുന്ന് എനിക്ക് വേണ്ടി വർക്ക് ചെയ്തവർ, എനിക്ക് വേണ്ടി പണിയെടുത്തവരോടും എനിക്ക് കടമുണ്ട്. ഐ ഓ ദം ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് അവരോടൊക്കെ നന്ദിയുണ്ട്. ബോത്ത് ഫോർ ദെയർ പ്രേസ് ആൻഡ് ഫോർ ദെയർ സെൻഷ്യൂർ. പ്രേസ് എന്ന് വെച്ചാൽ നമ്മളെ പൊക്കി പറയില്ലേ. പ്രേസ് എന്ന് വെച്ചാൽ എന്താണ്? അവർ നമ്മളെക്കുറിച്ച് ഒരാൾ നല്ലത് പറയുന്നതിനാണ് പ്രേസ് എന്ന് പറയുന്നത്. സെൻഷ്യൂർ എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തലുകൾ. ഓക്കെ, നമ്മളെക്കുറിച്ച് മോശം. നമ്മളൊരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ പുസ്തകത്തിൻ്റെ മോശം കാര്യങ്ങൾ പറയുന്ന ഒരാളും വേണമല്ലേ. എപ്പോഴും നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവും? ഇല്ല. നമ്മുടെ മോശങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ആ തെറ്റ് തിരുത്തി നന്നാവാൻ പറ്റൂ. അപ്പോൾ പ്രേസ് ആൻഡ് സെൻഷ്യൂർ, ഇവരോടും എനിക്ക് കടം ഉണ്ട്. യെസ് ഫാദർ വിൽ സേ ഐ ഷാൽ സീ ഹിം ലുക്ക് എ ലിറ്റിൽ ലെസ് കം. അപ്പം അച്ഛൻ പറയാം അതെ എന്ന് പറയും. അപ്പോൾ അച്ഛൻ്റെ മുഖത്ത് എന്താ? അച്ഛൻ്റെ മുഖത്തെ ഒരു ശാന്തത അങ്ങ് പോകുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റും. 12th പാരഗ്രാഫ് വായിക്കാം. Remember all who have helped me, Father. I shall say, think of my faithful friend Eselt, who tried to open doors for me when no one dared to believe in me. All the love that has come to me, the honors, the distinctions. Do you not understand now that I had to come to you to ask how such debts can be paid? അച്ഛന് എന്നെ സഹായിച്ച ആൾക്കാരെയൊക്കെ ഓർമ്മയുണ്ടോ അച്ഛാ? ഐ ഷാൽ സേ, ഞാൻ അങ്ങനെ പറയും. ഐ തിങ്ക് ഓഫ് മൈ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്, എൻ്റെ അത്രയും വിശ്വസ്തനായ സുഹൃത്ത് എസെൽഡ്, ഹൂ ട്രൈ ടു ഓപ്പൺ ഡോർസ് ഫോർ മീ വെൻ നോ വൺ ഡെയർ ടു ബിലീവ് ഇൻ മീ. മറ്റൊരാളും എന്നെ വിശ്വസിക്കാത്ത സമയത്ത് എനിക്ക് വേണ്ടി വാതിൽ തുറന്ന വ്യക്തിയാണത്. ഓൾ ദി ലവ് ദാറ്റ് ഹാസ് കം ടു മീ, ദി ഓണേഴ്സ്, ദി ഡിസ്റ്റിങ്ഷൻസ്. എൻ്റെ അടുത്തോട്ട് വന്ന സ്നേഹവും എനിക്ക് കിട്ടിയ അവാർഡ്സും എനിക്ക് കിട്ടിയ ഡിസ്റ്റിങ്ഷൻ. ഞാൻ പ്രത്യേകമായിട്ട് എന്താ പറയുക, നമ്മൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നത്. ഡു യു നോട്ട് അണ്ടർസ്റ്റാൻഡ് നൗ ദാറ്റ് ഐ ഹാഡ് ടു കം ടു യു ടു ആസ്ക് ഹൗ സച്ച് ഡെറ്റ്സ് ക്യാൻ ബി പെയ്ഡ്? ഇപ്പം അച്ഛന് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് എനിക്ക് അച്ഛൻ്റെ അടുത്തോട്ട് ഈ ഒരു ഉപദേശം തേടാൻ വേണ്ടി വന്നത്? ലൈക്ക് ഞാൻ എങ്ങനെയാണ് ഈ കടമൊക്കെ വീട്ടുക? കാരണം ഞാൻ അത്രയും കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, 13th പാരഗ്രാഫ് വായിക്കാം. Father has lowered his head and does not look so hopeful anymore. I agree, daughter, it is not going to be easy to find help for you, but surely there is nothing more you owe anyone? Yes, Father, I have found it difficult enough to bear all that I owed before, but my biggest debt has not yet come. That is why I had to come to you for advice. അപ്പോൾ അച്ഛൻ്റെ തല ഇങ്ങനെ ലോവർ ചെയ്യാന്ന് വെച്ചാൽ കുനിച്ചിട്ട് അത്ര അച്ഛൻ്റെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട രീതിയിൽ ഇരിക്കാൻ തുടങ്ങി. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ എഗ്രി ചെയ്യുന്നു മോളെ. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഫൈൻഡ് ഹെൽപ്പ് ഫോർ യു. നിന്നെ എനിക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത് അത്ര എളുപ്പമായിരിക്കില്ല നിന്നെ സഹായിക്കുന്നത്. ഷുവർലി ദർ ഇസ് നത്തിങ് മോർ യു ഓ എനിവൺ. നിനക്ക് വേറെ ആരോടെങ്കിലും എന്തെങ്കിലും കടം വീട്ടാനുണ്ടോ? ഉറപ്പാണോ ഇത്രയേ ഉള്ളൂ എന്ന്? അപ്പം ഇവളെന്താ പറയുക? യെസ് ഫാദർ, ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൾട്ട് ഇനഫ് ടു ബെയർ ഓൾ ദാറ്റ് ഐ ഓഡ് ബിഫോർ. ഈ കടങ്ങളൊക്കെ
കൊണ്ട് നടക്കാൻ എനിക്ക് ഓൾറെഡി ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ബട്ട് മൈ ബിഗ്ഗസ്റ്റ് ഡെറ്റ് ഹാസ് നോട്ട് യെറ്റ് കം. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ കടം ഇനിയും വന്നിട്ടില്ല, ഇനിയും തീർന്നില്ല അല്ലേ. ദാറ്റ് ഈസ് വൈ ഐ ഹാഡ് ടു കം ടു യു ഫോർ അഡ്വൈസ്. അതുകൊണ്ടാണ് എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഉപദേശം തേടി വരേണ്ടത് വന്നത്. 14th പാര വായിക്കാം. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യു കുഡ് ഓ സ്റ്റിൽ മോർ. ഫാദർ വിൽ സേ, ഓ യെസ്. ഐ വിൽ റിപ്ലൈ ആൻഡ് ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. എന്നിട്ട് അച്ഛൻ എന്താ പറയുക, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിനക്ക് ഇനിയും കടമുണ്ടെന്ന്. അപ്പം ഇവളെന്ത് പറയും, ഓ യെസ് ഐ വിൽ റിപ്ലൈ ആൻഡ് ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. എന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും, എന്ത് നോബൽ പ്രൈസൊക്കെ കിട്ടിയ കാര്യം പറയും. അപ്പം അച്ഛൻ്റെ റിപ്ലൈ എന്താ വരിക, ഐ ജസ്റ്റ് കനോട്ട് ബിലീവ് ദി അക്കാഡമി. ഫാദർ വിൽ സേ, ബട്ട് ലുക്കിംഗ് അറ്റ് മീ ആൻഡ് സീയിങ് മൈ ഫേസ് ഹി വിൽ നോ it is all true, and then every wrinkle in his face will tremble and tears will come into his eyes. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കടമുണ്ട് എന്നൊക്കെ മോള് പറയുമ്പോൾ അച്ഛൻ എന്താ വിചാരിക്കും, വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ അക്കാഡമി ഇങ്ങനെയൊക്കെ. അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് കത്തും, നേരെ മുഖത്തോട്ട് നോക്കും, മോളുടെ മുഖത്തോട്ട് നോക്കും. അപ്പോൾ എന്താണ് മനസ്സിലാവുക, ഇവളെ പറഞ്ഞതൊക്കെ സത്യമാണ്, ഇവൾക്ക് ഈ നോബൽ പ്രൈസ് കിട്ടിയതും ഇവൾക്ക് എല്ലാവരോടും ഈ കടമുണ്ടെന്ന് മനസ്സിലാവും. കാരണം അത്ര വലിയൊരു അവാർഡാണ് ലഭിക്കാൻ പോകുന്നത്. ആൻഡ് ദെൻ എവ്രി റിങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്, ചുളിവ്. റിങ്കിൾ എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റിയിലൊക്കെ ഉണ്ടാകുന്ന ചുളിവ്. വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ മേത്തൊക്കെ ചുളിവ് വരും അല്ലേ. ഹിസ് ഫേസ് വിൽ ട്രെമ്പിൾ എന്ന് വെച്ചാൽ വിറയ്ക്കുക, ഓക്കെ, ഷിവർ. ആൻഡ് ടിയേഴ്സ് വിൽ കം ഇൻ ടു ഹിസ് ഐസ്. എന്നിട്ട് അച്ഛൻ്റെ കണ്ണുകളിൽ കണ്ണുനീര് വന്ന് നിറയും. തിങ്ക് ഫാദർ, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഓണർ ആൻഡ് മണി ദേ ആർ ബിസ്റ്റോയിങ് ഓൺ മീ. അപ്പോൾ എന്താണ് പറയുന്നത്, അച്ഛാ ഈ ഓണർ എന്ന് വെച്ചാൽ എന്താണ്, ബഹുമാനം അല്ലെങ്കിൽ റെസ്പെക്റ്റ്. ആൻഡ് മണി, ഈ ബഹുമാനവും പൈസയും മാത്രമൊന്നുമല്ല. ബെസ്റ്റോയിങ് എന്ന് വെച്ചാൽ സമ്മാനിക്കുക, ഓക്കെ. ബെസ്റ്റോയിങ് എന്ന് വെച്ചാൽ എന്താണ്, സമ്മാനിക്കുക. ദേ ഹാവ് ഷോൺ ദാറ്റ് ദേ ഹാവ് ട്രസ്റ്റ് ഇനഫ് in me to single me out before the whole world. How shall I repay this debt? അവരെന്താണ് കാണിക്കുന്നത്, അവർക്ക് എന്നിൽ അത്രയും വിശ്വാസമുണ്ട്. എന്നെ ഒറ്റയ്ക്ക് എടുത്ത് ഈ ഒരു അവാർഡ് തരാൻ, ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് തന്നിട്ട് മുഴുവൻ ലോകത്തിൻ്റെ മുമ്പിൽ എന്നെ ഒറ്റയ്ക്ക് ആ ഒരു അവാർഡ് തന്ന് കാണിക്കാൻ മാത്രം വിശ്വാസം അവർക്കുണ്ട്. ഈ ഒരു കടം ഞാൻ എങ്ങനെ വീട്ടും, അതാണ് ചോദിക്കുന്നത്. 15th പാരഗ്രാഫ് എന്താ, നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫാണ്. Father will sit and still no words will come as he thinks. Then drying tears of joy from his eyes, he will bang down his fist on the arm of the rocking chair and say, I will not rack my brains about problems that no one in heaven or on earth can solve. I am too happy that you have been given the Nobel Prize to worry about anything. അച്ഛൻ എന്താ പറയുക, അച്ഛൻ അങ്ങനെ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്, ഒന്നും വായിന്ന് പുറത്ത് വരുന്നില്ല അല്ലേ, ആലോചിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് ദെൻ ഡ്രൈയിങ് ടിയേഴ്സ് ഓഫ് ജോയ്, ആനന്ദാശ്രു തുടച്ചുകൊണ്ട് എന്താ പറയുക, ഹി വിൽ ബാങ് ഡൗൺ ഹിസ് ഫിസ്റ്റ് ഓൺ ദി ആം ഓഫ് ദി റോക്കിംഗ് ചെയർ. അപ്പോൾ എന്താ, മുട്ടിങ്ങനെ മടക്കി പിടിച്ചിട്ട്, നമ്മുടെ ചെയറിലൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്ക്, ഈ മുട്ട് മടക്കി പിടിച്ചിട്ട് ഈ ഒരു ആമിലോട്ട് കൈ ഇങ്ങനെ അടിക്കും. എന്നിട്ട് എന്താ പറയുക, ഐ വിൽ നോട്ട് ട്രാക്ക് മൈ ബ്രെയിൻസ് അബൌട്ട് പ്രോബ്ലംസ് ദാറ്റ് നോ വൺ ഇൻ ഹെവൻ ഓർ എർത്ത് കെൻ സോൾവ്. എൻ്റെ തല ഞാൻ പുകയ്ക്കില്ല, എന്താലോചിച്ചിട്ട് ആർക്കും സ്വർഗത്തിലോ ലോകത്തിലോ ഉള്ള ആർക്കും സോൾവ് ചെയ്യാത്ത നിൻ്റെ ഈ പ്രശ്നം ആലോചിച്ചിട്ട് എൻ്റെ തല പുകയ്ക്കാൻ ഞാൻ റെഡിയല്ല. ഐ എം ടു ഹാപ്പി ദാറ്റ് യു ഹാവ് ബിൻ ഗിവൻ ദ നോബൽ പ്രൈസ് ടു വറി അബൌട്ട് എനിത്തിങ്. നിനക്ക് നോബൽ പ്രൈസ് കിട്ടിയതിൽ എത്രയും സന്തോഷമുണ്ട്, എനിക്ക് മറ്റൊന്നിനെയും കുറിച്ച് ആലോചിച്ചിട്ട് വറി ചെയ്യാൻ, ഇങ്ങനെ ചിന്തിച്ച ടെൻഷൻ അടിക്കാൻ പറ്റില്ല എന്ന് പറയും. എനിക്ക് അത്രയും സന്തോഷമുണ്ട്. 16th ലാസ്റ്റ് പാരഗ്രാഫാണ്. യുവർ മെജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസസ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ. അപ്പോൾ മെജസ്റ്റീസ് എന്ന് എന്താ പറയുക, നമ്മൾ റോയൽ ആയിട്ടിരിക്കുന്ന ആൾക്കാരെയാണ് പറയുക, റോയൽ ഹൈനസസ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ. Having received no better answer than this to all my questions, it only remains to me to ask you to join me in the toast which I have the honor to propose to the Swedish Academy. അപ്പോൾ ഇതിലും കൂടുതൽ, ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഉത്തരം എനിക്ക് എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ലഭിക്കാനില്ല അല്ലേ. എനിക്ക് ഈ സ്വർഗത്തിലും ലോകത്തിലും ആർക്കും സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ച് തല പകിക്കാൻ പറ്റില്ല എന്നൊരു ഉത്തരം എൻ്റെ എല്ലാ എന്താ പറയുക ക്വസ്റ്റ്യൻസിനും ആൻസർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെയൊക്കെ വെൽക്കം ചെയ്യാണ്. എൻ്റെ ഈ ടോസ്റ്റ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടാവില്ല, ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നൊരു ഗ്ലാസ് ഓഫ് വൈനൊക്കെ പിടിച്ചിട്ട് എല്ലാവരും ടോസ്റ്റ് കൊടുക്കില്ല, അപ്പോൾ അത് ചെയ്യാണ്. ഐ ഹാവ് ദി ഓണർ ടു പ്രപ്പോസ് ടു ദ സ്വീഡിഷ് അക്കാഡമി. അപ്പോൾ ടോസ്റ്റ് അപ്പോൾ ഒരാൾക്ക് പ്രപ്പോസ് ചെയ്തിട്ടാണ് പറയുക. അപ്പോൾ ഇതെന്തിനാണ്, സ്വീഡിഷ് അക്കാഡമിക്കാണ് പ്രപ്പോസ് ചെയ്യുന്നത്. സ്വീഡിഷ് അക്കാഡമിയാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത്. അതൊരു ജനറൽ നോളേജ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കഥ.
നല്ലൊരു സ്റ്റോറി ആയിരുന്നു. ഇനി ആരാണ് ഈ കഥ എഴുതിയത്, ഇത്രയും നല്ല കഥ എഴുതിയത് ആരാന്ന് കൂടെ അറിയണ്ടേ. ആരാണ്? അബൌട്ട് ദി ഓഥർ. സെൽമ ലാഗർലോഫ്, ദി renowned Swedish author, was born on 20 November 1858. She received a private education which was unusual for girls of her time. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ആ സമയത്ത് പ്രൈവറ്റ് സ്കൂളിൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടിയൊക്കെ ഈ എഡ്യൂക്കേഷൻ കിട്ടുന്നത് വളരെ എന്താ പറയുക, അൺകോമൺ ആയിരുന്നു, റെയർ ആയിരുന്നു. ലേറ്റർ ഷീ സ്റ്റഡീഡ് അറ്റ് ദ റോയൽ അഡ്വാൻസ്ഡ് ഫീമെയിൽ ടീച്ചേഴ്സ് സെമിനറി ഇൻ സ്റ്റോക്ക്ഹോം. ഇവിടെയാണ് പഠിച്ചിരുന്നത്. ഷീ ടോട്ട് അറ്റ് എ സ്വീഡിഷ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് ഇൻ ലാൻസ്ക്രോണ, സ്വീഡൻ. പിന്നെ ഒരു ഗേൾസ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഷീ വാസ് ദ ഫസ്റ്റ് വുമൻ ടു വിൻ ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അഗെയിൻ എ ജനറൽ നോളജ്, ഇവർ നോബൽ പ്രൈസ് റിസീവ് ചെയ്ത ഫസ്റ്റ് സ്ത്രീ ആയിരുന്നു, ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടിയ. She was also the first woman to be granted a membership in the Swedish Academy. സ്വീഡിഷ് അക്കാഡമിയിൽ ആദ്യമായിട്ട് മെമ്പർഷിപ്പ് കിട്ടിയൊരു സ്ത്രീ കൂടെയാണ്. Two of her notable works are the story of Gösta Berling, The Invisible Links. She passed away on 16 March 1940. അവരുടെ 2 നോട്ടബിൾ വർക്ക് വന്നിട്ടുണ്ട്. അവർ മരിച്ചത് 16 മാർച്ച് 1940. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, ബൈ.